കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് സ്കൂൾ ഓപ്പണിങ്ങിന്റെ വീഡിയോ ആണ്. ജൂൺ 2-ന് സ്കൂൾ തുറന്നപ്പോൾ ഞാൻ ആച്ചൂട്ടിനെ 1-ാം ക്ലാസ്സിലും കുഞ്ഞാക്കൂട്ടിനെ 3-ാം ക്ലാസ്സിലും കുഞ്ഞൂസിനെ 5-ാം ക്ലാസ്സിലും ചേർക്കാനായിട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് കടയിൽ കയറിയതാണ്. റോസാപ്പൂവിന്റെ ഫോട്ടോ എടുത്താൻ കുട്ടികൾക്ക് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അവര് പറഞ്ഞു, അമ്മ നെക്സ്റ്റ് ടൈം വരുമ്പോൾ മേടിച്ചിട്ട് വന്നത്. അപ്പൊ ഈ ഒരു റോസാപ്പൂവിന് 50 രൂപയാണ് കേട്ടോ. അപ്പൊ ഞാൻ 3 എണ്ണം മേടിച്ചിട്ടുണ്ടായിരുന്നു. ഈ പൂവ് തിന്നാൻ പറ്റൂട്ടോ, മിഠായിയാണ്. അപ്പോ അവരമ്മ നോക്കി നിക്കുവായിരുന്നു. സ്കൂളിൽ പോകാനായിട്ട് റെഡി ആയിട്ട്. കളർ ഡ്രസ്സ് ഇട്ടുകൊണ്ട് പോകാൻ പറ്റുന്നതുകൊണ്ട് ആച്ചൂട്ടന് ഞാൻ ബർത്ത്ഡേ ഡ്രസ്സ് എടുത്തിടിപ്പിച്ചിട്ട് അവളിട്ടായിരുന്ന ഡ്രസ്സ് എനിക്ക് അത് ഇഷ്ടപ്പെട്ടില്ലായിരുന്നു. അവിടെ ചെന്നപ്പോൾ മഞ്ജുവാരയുടെ ഒരു ഫേമസ് സോങ് വെച്ചിട്ട് ഒരു ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ കോപ്പിറൈറ്റ് വരാതിരിക്കാൻ വേണ്ടി ഞാൻ സോങ് മ്യൂട്ടാക്കിയതാണ്. അപ്പൊ കുഞ്ഞാക്കുട്ട അത് കണ്ടോപ്പാട് എന്റെ സൈഡിലോട്ട് വന്ന് ഒളിച്ചു നിൽക്കുവാണ്. അവൾക്കാണ് കേട്ടോ ഏറ്റവും പേടിച്ച്. ആച്ചൂട്ടനൊക്കെ കൂളായിട്ട് നിപ്പുണ്ട്. ഇതൊക്കെ എന്താന്നുള്ള മട്ടില് കുഞ്ഞൂഷിനും ഇതൊക്കെ നോക്കിക്കൊണ്ട് നിപ്പുണ്ട്. അപ്പൊ ഇന്നിപ്പോ പ്രവേശനോത്സവമാണ് കേട്ടോ നിങ്ങൾ കണ്ടോണ്ടിരിക്കണം. അപ്പൊ ചേച്ചിമാര് കിടന്നുണ്ട് ഡാൻസ് കളിച്ച് കുഞ്ഞു അനിയത്തിമാരെ എതിരേക്കുന്നതാണ് ഈ കാണുന്നത്. ഇതൊരു ഗവൺമെന്റ് സ്കൂളാണ് കേട്ടോ. ഈ കാണുന്നതാണ് കേട്ടോ ആരാധ്യയുടെ പഴയ ക്ലാസ് റൂം. അപ്പൊ നിങ്ങൾ നേരത്തെ ഏതെങ്കിലും വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും അവിടെ ഇരുന്ന് ചോറ് കഴിക്കുന്നതൊക്കെ. അപ്പൊ അവിടെ നിന്ന് ഇങ്ങനെ പേര് വിളിക്കാണ്. ടീച്ചർ ജയിച്ച കുട്ടികളുടെ പേര് വിളിച്ച് ഓരോരുത്തരെയായിട്ട് അടുത്ത ക്ലാസ്സിലോട്ട് കൊണ്ടുപോവാണ്. അപ്പൊ നമുക്കിവിടെ എന്നോട് ചാനലിലേക്ക് എന്നോട് കാണാം. അപ്പൊ ആരാധ്യ പി സുമേഷ് ഇപ്പൊ വിളിക്കും. ആണ്ടതേ വിളിച്ച് ആള് തന്നെ നടന്നു പോയി. കുറച്ച് കഴിഞ്ഞപ്പോ തിരിച്ചു പോയത് ബാഗ് എടുത്തോണ്ട് പോകുന്നുണ്ട് കേട്ടോ. ബാഗ് എടുത്ത് പോണു, തോളത്തിട്ടോണ്ട് പോകണ്ട കേട്ടോ. എന്നിട്ട് ക്ലാസിന്റെ ഫ്രണ്ടിൽ പോയിട്ട് വരി വരിയായിട്ട് നിൽക്കുവാണ്. ഇവിടെ ക്ലാസ് ടീച്ചർ ആരാ? അയ്യോ കുഞ്ഞേ, ക്ലാസ് സീറ്റ് കേറിക്കോ. കേറടാ കുഞ്ഞാക്കുട്ടാ. കുഞ്ഞേ ചിരിച്ചേ. കുഞ്ഞി ഇങ്ങനെ വെച്ച് കുഞ്ഞി കുഞ്ഞി. എടാ ഞാൻ ആലുവിനെ കൊണ്ടിരുത്താൻ പോവാട്ടോ. അച്ചു തിരിച്ചു പിടിക്കണേ, കയ്യിൽ ചാടാതെ പിടിച്ചോട്ടോ. അനവധ്യയുടെ പേര് ഇങ്ങോട്ടല്ലേ വിളിച്ചായിരുന്നോ? വിളിച്ചായിരുന്നു പറഞ്ഞ മൂത്ത കുട്ടീനെ ക്ലാസ്സിലാക്കാൻ മേടിച്ചു അച്ചു മേടിച്ചോ. അപ്പൊ എന്റെ ഇളയ സന്താനം അനവധ്യ IPS ആവണമെന്ന് എപ്പോഴും പറയുന്ന ആളുടെ മെഴുകുതിരി കണ്ട് പേടിച്ച് 1-ാം ക്ലാസ്സിന്റെ സൈഡിൽ വിളിച്ച് നിൽക്കുവാണ്. മേടിച്ചിട്ട് ഊടിക്കെടുത്തിയാ മതി. മേടിച്ചിട്ട് പോയി സീറ്റ് കയറിയിരുന്നോ? മേടിച്ച അച്ചു അച്ചു നീ ചെല്ലോ, അല്ല പുറകിലായി പോ. മേടിക്കേ ചെല്ലേ. പേടിക്കണ അച്ചു, മേടിക്ക്. അത് മേടിച്ചോ. അണ്ട് നീ ഊതി കിടത്തിക്കോ, കുഴപ്പമില്ല, പൊക്കോ. ചൂട്ടനെ അങ്ങനെ ക്ലാസ്സിൽ കയറി ഇരുന്നോട്ട്. ഭാഗ്യത്തിന് അവൾക്ക് അവളുടെ ബെസ്റ്റ് ഫ്രണ്ടാ മഹിമയുടെ അടുത്ത് തന്നെയാണ് സീറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഫോട്ടോ എടുക്കട്ടെ, അച്ചക്കിട്ട് കൊടുക്കാനാ. ഇവിടെ വാട്ടർ ബോട്ടിൽ നോക്കി സെയിം ആണല്ലോ. രണ്ടുപേരും കയറ്റി ഇരുത്തിയ ശേഷം ഞാൻ കുഞ്ഞൂസിനെ അന്വേഷിച്ച് വന്ന് കുഞ്ഞൂസിനെ അച്ചാമ്മയാണ് അകത്തേട്ട് കയറ്റി വിട്ടത്. ഞാൻ ഓടി എത്തിയപ്പോൾ തന്നെ അവൾ എന്നെ കണ്ട് പുറത്തേട്ട് ഇറങ്ങി വന്നു. മൊബൈല് ക്ലാസ്സിൽ കൊണ്ടുപോകരെന്നുള്ള ഉപദേശം ഞാൻ കൊടുത്തു. പിന്നെ കുഞ്ഞൂസിന്റെ നമ്പറാണ് ഞാൻ മറ്റു ടീച്ചർമാർക്കൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നത്. കുറച്ചു നേരം അമ്മയോട് വർത്താനം പറഞ്ഞ് അവരുടെ ക്ലാസ്സിന്റെ വടക്ക് നിന്നിട്ട് ഞാൻ കുഞ്ഞാടെ അടുത്തിട്ട് പോയി. അങ്ങനെ ഞാൻ തിരിച്ച് പിന്നെയും കുഞ്ഞാടെ ക്ലാസ്സിൽ വന്നു. കാരണം കൂട്ടത്തിൽ ഏറ്റവും ധൈര്യം കുറവുള്ള ഒരാൾ കുഞ്ഞാക്കുട്ടനാണ്.
അപ്പോൾ അതേ അവിടെ ലഡു ഒക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ ടീച്ചർമാർ. ഗവൺമെൻറ് സ്കൂളാണെങ്കിൽ അടിപൊളിയാണ് കേട്ടോ. പ്രവേശനോത്സവമൊക്കെ ഡെക്കറേഷനൊക്കെ ചെയ്ത് ലഡു ഒക്കെ വിതരണം ചെയ്ത് എന്തായാലും അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ന്യൂസിന് ക്ലാസ് ഇപ്പോൾ UKG LKGയുടെ ഒക്കെ ബിൽഡിങ്ങിലാണ് കേട്ടോ. അപ്പോൾ അവൾ കുഞ്ഞിലേ ഇരുന്ന് ആടി ഊഞ്ഞാലിൽ പോയിരുന്നു. ഊഞ്ഞാലാടുന്നുണ്ട്. ഞാൻ ആ ദൂരെ നിന്ന് അവൾ ഊഞ്ഞാലാടുന്നത് നോക്കി ഇങ്ങനെ കുറച്ച് നേരം നിന്നു. അതിനുശേഷം കുഞ്ഞൂസിൻ്റെ കാലിൽ ചെരുപ്പ് ടൈറ്റ് ആയതുകൊണ്ട് വേറൊരു ചെരുപ്പ് മേടിക്കാമെന്ന് വിചാരിച്ച് 3 പേരെയും കൊണ്ട് ഞാൻ ചെരുപ്പ് കട കയറി. അവിടെ കയറിയപ്പോൾ ശരിക്കും ഞാൻ പെട്ടു. ഒരു സെലക്ഷനും ഇല്ലാത്തൊരു കടയാണ് കേട്ടോ അത്. പക്ഷേ ആ അരക്കുന്നം ഭാഗത്ത് ആ ഒരു ചെരുപ്പ് കട മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അവർ തോന്നിയ വിലയ്ക്കാണ് വിൽക്കുന്നത്. ഒരു ചെരുപ്പ് എടുത്തിട്ട് 270 രൂപ എന്ന് പറഞ്ഞ് അവർ പിന്നെ ബില്ലടയ്ക്കാൻ നേരത്തേനും ആ ചേച്ചി മനഃപൂർവ്വം അതിന് 340 രൂപ എന്ന് പറഞ്ഞു. എനിക്കത് മനസ്സിലായെങ്കിലും ചെറിയൊരു ഡൗട്ട് തോന്നി. അപ്പോൾ ബില്ലിങ്ങിൻ്റെ അടുത്ത് വന്നിട്ട് ആ ചേട്ടനോട് ഞാൻ ഒന്നും കൂടെ വില ചോദിച്ചപ്പോഴത്തേനും അതിന് 270 ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ അടുത്ത് അതിൻ്റെ അടുത്ത് നിന്ന് ബില്ലൊക്കെ നീക്കം ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് ആ പുള്ളിക്കാരനെ കണ്ടപ്പോൾ ആ പുള്ളിക്കാരിക്ക് എൻ്റെ മുഖത്തോട്ട് നോക്കിയിട്ട് ഒരു പരിങ്ങൽ പോലെ ഉണ്ടായിരുന്നു കേട്ടോ. എന്തായാലും അവിടെ നിന്ന് ചെരുപ്പ് മേടിക്കൽ അതോടുകൂടി നിർത്തി. പക്ഷെ നമുക്ക് വേറെ കടകളൊന്നും ഇല്ലാത്തതുകൊണ്ട് അവിടെ നിന്ന് മേടിച്ചില്ല പറ്റൂ. പിന്നെ എൻ്റെ ഫേവറേറ്റ് കട നമ്മൾ സ്ഥിരം വരുന്ന ഓണിസിൽ കയറി കുട്ടികൾക്ക് കളിക്കാനുള്ള സാധനങ്ങൾ, കുറേ ക്രയോൺസ്, പിന്നെ ഏതാണ്ട് സാധനങ്ങളൊക്കെ അവർ പെറുക്കി പെട്ടിക്കകത്താക്കുന്നുണ്ടായിരുന്നു. ക്ഷീണം ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഷോപ്പിംഗ് അവസാനിപ്പിച്ച് വീട്ടിൽ വന്നു. അപ്പോൾ അവർക്ക് ബബിൾക്കം വേണമെന്ന് പറഞ്ഞു. കുഞ്ഞൂസിനും കുഞ്ഞാക്കും ഓരോന്നും ഇത് മേടിച്ചു കൊടുത്തു. അന്ന് രാത്രി വന്നിട്ട് ബബിൾക്കം വയറ്റിപ്പോയി എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ഗൂഗിളിൽ അടിച്ച് നോക്കലായിരുന്നു എൻ്റെ മെയിൻ പണി. അപ്പോൾ അതിനുശേഷം കുഞ്ഞായും കുഞ്ഞൂസും ആച്ചു ഒക്കെ അവർക്ക് കിട്ടിയ കാർഡുകൾ പൊട്ടിച്ചു നോക്കുന്നുണ്ടായിരുന്നു. ഇത് 12 രൂപയ്ക്ക് ഓണിസിൽ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്ന കാർഡാണ് കേട്ടോ. ഒരു സെറ്റിനകത്ത് കുറേ കാർഡുകളുണ്ട്. അപ്പോൾ അവർക്ക് ഇത് വെച്ചിട്ട് കളിക്കാനൊക്കെ അറിയാം. എന്നാലും ഒരു കാർഡ് എടുക്കാൻ പറയും. അത് കഴിഞ്ഞിട്ട് നമ്മളോട് അത് നോക്കിയിട്ട് അവർ കാണാത്ത രീതിയിൽ വെക്കാൻ പറയും. അത് കഴിയുമ്പോൾ തന്നെ നമ്മൾ എടുത്ത കാർഡ് ഏതാണെന്ന് അവർ കറക്റ്റായിട്ട് പറയും എന്നൊക്കെ. അപ്പോൾ അങ്ങനെ ആച്ചൂട്ടനും കുഞ്ഞൂസും ഒക്കെ കറക്റ്റായിട്ട് കണ്ടുപിടിക്കേണ്ടായിരുന്നു. അത് എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലായില്ല. പിന്നെ കുഞ്ഞായിക്ക് ബാലരമ വേണമെന്ന് പറഞ്ഞു. ബാലരമ മേടിച്ചു കൊടുത്തു. ആക്ച്വലി ബാലരമ മേടിക്കാൻ കയറിയതല്ല, ഡ്രാക്കുള ബുക്ക് മേടിക്കാൻ കയറിയത്. അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ ബാലരമ മേടിച്ചു കൊടുത്തതാണ്. അപ്പോൾ കുഞ്ഞാക്കുട്ടിനോട് ഞാനത് പിന്നെ ബാലരമയാണ് കുഞ്ഞാക്കുട്ടൻ ചോദിച്ചപ്പോൾ അവൾ എന്തോ എന്നെ കളിയാക്കി പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അടുത്തത് ന്യൂസ് ഇതുപോലത്തെ ഇങ്ങനെ സെല്ലോ ടൈപ്പ് പോലത്തെ ഏതാണ്ട് സ്റ്റിക്കറൊക്കെ എടുത്ത് അവർക്ക് കുഞ്ഞു കുഞ്ഞു ഐറ്റംസ് കാണാൻ ഐറ്റംസ് ഒക്കെ ഇങ്ങനെ മേടിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഈ ടേപ്പ് പോലത്തെ നമ്മുടെ ബർത്ത്ഡേക്കൊക്കെ പൊതിയുന്ന പേപ്പറില്ലേ, അതിൻ്റെ ടേപ്പാണെങ്കിൽ 10 രൂപയുള്ളൂ കേട്ടോ. അപ്പോൾ ഈ കുഞ്ഞായി കാർഡും കൊണ്ട് വന്നിട്ടുണ്ട്. അപ്പൊ എന്തായാലും 3 പേരിങ്ങനെ കാർഡും കൊണ്ട് വന്ന് എന്നോട് അതെടുക്കുക ഇതെടുക്കുക എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു കേട്ടോ. അപ്പൊ എന്തായാലും ഞാൻ എടുത്ത കാർഡ് തന്നെ അവര് കൃത്യമായിട്ട് കണ്ടുപിടിച്ച് തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾ ചെറിയ പൈസക്ക് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് കുട്ടികൾക്ക് മേടിക്കാൻ ഉദ്ദേശിക്കുന്ന ഇതുപോലത്തെ കാർഡ്സ് മേടിച്ചു കൊടുക്കുക. ആൺകുട്ടികൾക്കായും പെൺകുട്ടികൾക്കായും ഇഷ്ടപ്പെടും. അപ്പൊ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.